ഇവനേതാ നമ്മൾ അത്ര വലിയ ഫെയിം ഉള്ള ആൾക്കാരൊന്നും അല്ല. പക്ഷെ ഒരുപാട് ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരുടെ പോലും കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കമന്റ്. ഞങ്ങൾ സ്റ്റിൽ നല്ല സ്ട്രഗിളിംഗ് തന്നെയാണ്. എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള ഒരു വീഡിയോ. അതെ, ഈ ഒരു സംഭവം ചേട്ടന് ഇട്ടാൽ പോലും ഇതിന്റെ അടി വന്ന ആൾക്കാർ കമന്റ് ഇടും. എങ്ങനെ പറയാതിരിക്കും? നടപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഉള്ളതുപോലല്ലേ തോന്നും. ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരെ മോനെ ഏതാ പടം, ഇന്ന പടമായ ചേട്ടാ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ മാത്രം എത്തിയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമുള്ള എനിക്ക്. നാളെ എന്ത് ചെയ്യും എന്ന് പോലും അറിയത്തില്ല. ഈ പറഞ്ഞു വന്നതിൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? അത് ഈ ഒരു നിമിഷത്തിലുണ്ട് കേട്ടോ. കാരണം നമ്മൾ പൊതുവേ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ പൈസ വന്നു വരുന്നു എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് പൊതുവെ തെറ്റാണ്. എന്നാൽ ലക്ഷങ്ങൾ മേടിക്കുന്നവരുണ്ടാവാം. ഞങ്ങൾ സ്റ്റിൽ നല്ല സ്ട്രഗിളിങ് തന്നെയാണ്. നാളെ എന്ത് ചെയ്യും എന്ന് പോലും അറിയത്തില്ല. ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ ശരിയാണ്, അത്യാവശ്യം ഇൻകം ഉണ്ട്. പക്ഷെ നമ്മളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ സ്ട്രഗിളിംഗ് ഉണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോ ഒരു 1 മില്യൺ 2 മില്യൺ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ സ്റ്റോറി ഇടുമ്പോൾ പുറമേ നിൽക്കുന്ന ഒരാൾ വിചാരിക്കുന്നത് ആഹാ ഇഷ്ടംപോലെ പൈസ ആയല്ലോ. ഒരുപാട് കൂടെ ചോദിച്ചാൽ വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ബാങ്കിൽ പൈസ വന്ന് കുമിഞ്ഞു കൂടിയിട്ട് വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ വേറൊരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇത് ലേസർ ചെയ്യണമായിരുന്നു. ഞങ്ങള് ശരിക്കും പറഞ്ഞ ചേട്ടൻ ലേസർ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെറിയൊരു കുരുവായിരുന്നു ഇവിടെ. അപ്പോൾ അത് ചെയ്യണം എന്ന് കരുതിയപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്തു ചാടി ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് എത്ര രൂപയാണ്, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും കാണുമോ അത് നമുക്കറിയത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചിട്ട് എത്രയാവും 2-3 തവണ ചോദിച്ചു. കാരണം ഒരുപാട് ആവുമെങ്കിൽ ചെയ്യണ്ടെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന മറുപടി, നിങ്ങൾ എന്തിനാ ഇതൊക്കെ നോക്കുന്നത്, നിങ്ങൾ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? തിരിച്ചറിഞ്ഞു. എത്രയെന്ന് അതിന് 300 രൂപ ഞങ്ങൾ ചേട്ടാ വിചാരിച്ച ഒരു 3000-4000 അത്രയൊക്കെ ആവും. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും ഉറപ്പായിട്ടും. എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ടാണ്. അന്നേരം അവർ എടുത്ത പോയത് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണോ പൈസ ഇല്ലാത്തത് എന്നാ ചോദിക്കുന്നത്. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ കേൾക്കാനൊക്കെ ഒരു സുഖമുണ്ട്. ഇല്ല ഇതാക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാ ഇതിങ്ങനെ പറയുമ്പോ ഞാൻ മമ്മിയോട് എന്ന് പറയും, മമ്മി ഇങ്ങനെ പറഞ്ഞു. മമ്മി എങ്ങനെ പറയാതിരിക്കും, നടപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഉള്ളതുപോലല്ലേ തോന്നും. അതെ, നമ്മുടെ ലുക്ക് ആണല്ലോ മറ്റുള്ളവർ കാണുന്നത്, നമ്മളെ സ്ക്രീനാണ് എല്ലാവരും കാണുന്നത്. നമ്മൾ ബാക്കിൽ എന്ത് നടക്കുന്നു എന്നൊന്നും അറിയില്ല. ഇത് ഫാമിലി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഏതെങ്കിലും, ഇപ്പൊ അനിയന്റെ കാര്യം പറഞ്ഞു, ഫാമിലി ഇൻക്ലൂഡ് ചെയ്തിട്ട് എത്ര വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അനിയനെ വെച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കൊന്ന് ഒരു വീഡിയോക്കകത്ത് കണ്ട എൻ്റെ മമ്മി അഭിനയിച്ചിട്ടുണ്ട്, വേറെ ആരും ഇല്ല. ഫാമിലി എന്ന് പറഞ്ഞ അനിയൻ മാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതില് നിങ്ങൾക്ക് ഇപ്പോൾ വിഷമകരമായിട്ടുള്ള കുറച്ച് ഘട്ടങ്ങൾ നമ്മൾ കടന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു, അതിന് എത്ര വ്യൂസ് കിട്ടി, അതല്ലാതെ നമ്മൾ തന്നെ സെൽഫായിട്ട് നമുക്ക് തന്നെ തോന്നി ഓ ഇത് ഞാൻ ചെയ്തല്ലോ, എനിക്ക് പറ്റിയല്ലോ, അങ്ങനെ എന്തെങ്കിലും? റോൾസ് റോയ്സ്. അതെ, കുഞ്ഞു നിൽക്കുന്ന മാലാഖ. അതെ, അത് ആക്ച്വലി ഒരു കോപ്പിയുടെ കണ്ടന്റ് ആയിട്ടാ. പക്ഷെ അതിനകത്ത് നമ്മൾ ചെയ്ത വീഡിയോക്കകത്ത് ഒരുപാട് കമന്റ് പറഞ്ഞു ഇത് തമിഴയുടെ കോപ്പിയല്ലേ, നിങ്ങൾക്ക് നാണം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരോട് എല്ലാം പറയുന്നുണ്ട് ഇത് തമിഴല്ല ഞാൻ കണ്ടത്, ഞാൻ ഹിന്ദിക്കാരെ കണ്ടത്. ആണോ ചേട്ടൻ വേറെ കണ്ടല്ലേ? പക്ഷെ നമ്മൾ ഒരു കോപ്പി അടിച്ചൊരു കണ്ടന്റ് ആണ് ചെയ്യുന്നെങ്കിലും നമ്മുടെ ഒരു ശൈലിയിൽ നമ്മൾ പുതുമ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യാൻ നോക്കും. അപ്പം ഇതിനന്നാ അതിൽ തന്നെ വേറെ കമന്റും വന്നിട്ടുണ്ട്, പലരുടെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ചെയ്തതാണ് ഇഷ്ടപ്പെട്ടെന്ന് അങ്ങനെ പറയുന്നത്. അതെ അതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില വീഡിയോസിലെ തുടക്ക സമയത്ത് ഇവർക്ക് പിന്നെ ഇതൊക്കെ ശീലമാണ്, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. സിവിച്ചനൊക്കെ പണ്ട് തൊട്ടേ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നെഗറ്റീവ് കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് ഏത് ലെവലിൽ വിടണം എന്നൊക്കെ. പക്ഷെ തുടക്ക സമയത്ത് ആവുന്നത് കൊണ്ട്
എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. കാരണം ഞാൻ ചില സമയം കുത്തിയിരുന്ന് കരയും. ഞാൻ പറയും ഇവരെന്തിനാ ശ്രമിച്ച ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയുന്നത് എന്ന് ഞാൻ ചിന്തിക്കും. കാരണം ഇപ്പൊ ചേട്ടാ ഈ ഒരു സംഭവം ചേട്ടന് ഇട്ടാൽ പോലും ഇതിന്റെ അടി വന്ന ആൾക്കാർ കമന്റ് ഇടും, ഇവനേതാ, ഇവളേതാ, ഇതൊക്കെ ആരാ. സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ കാര്യത്തിൽ ചോദിക്കുമ്പോൾ ശരി സമ്മതിക്കാം, നമ്മൾ അത്ര വലിയ ഫെയിമുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷെ ഒരുപാട് ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരുടെ പോലും കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കമന്റ്. അതെ അതെ, ഇവൻ ഏതാ, ഇവളേതാ. ഞാൻ ചിന്തിക്കും ഇവരൊക്കെ അവരുടെ എങ്ങനെ പോയാലും 2 വീഡിയോസ് എങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, അവർക്ക് അറിയുകയും ചെയ്യായിരിക്കും അത് ആരാന്ന്. പക്ഷെ എന്തോ ഇങ്ങനെയുള്ളവർ ചിലർ ഫേക്ക് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ട് വന്നിടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു തവണ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്തോ ഒരു ഹാഷ് കുത്ത് കോമായിട്ടൊക്കെ ഒരു തെറി ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ ചേട്ടാ വിരലുണ്ട്, നെഗറ്റീവ് കമന്റ്സ് വിരലുണ്ട്. അത് പക്ഷെ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ വൈഫ് ഹസ്ബൻഡിനെ ഡൊമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടുമ്പം എനിക്കെതിരെ ചിലപ്പം വരും, എവനെ ഭരിക്കുവാണല്ലോ അങ്ങനെ പറഞ്ഞു വരും, നീ എന്താണ് വെറും ഇരിക്കുന്നത് അങ്ങനെ ചോദിക്കും. പക്ഷെ ഒരിക്കലും ഒരു നെഗറ്റീവ് കമന്റ് ഒരു ഭയങ്കര ഒരു ചീത്ത വിളിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടു. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ വിഷമം തോന്നിയില്ല. കാരണം ഞാൻ ചിന്തിച്ചു അവരുടെയൊക്കെ ആ ഒരു കൾച്ചർ എങ്ങനെയായിരിക്കും, വീഡിയോ എന്ത് കണ്ടാലും ചീത്ത പറയണം എന്നായിരിക്കും എന്ന് അതെ പറ്റത്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിനെതിരെ ഞങ്ങളൊരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം മിക്ക ആൾക്കാരും ചെയ്യലുണ്ട്, ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് വരുമ്പം ആരുടെയെങ്കിലും ഒരു കമന്റ് എടുത്ത് ചെയ്യലുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ഞങ്ങൾ അതിന് ശരിക്കും പ്ലാൻ വരെ ചെയ്തു എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ പിന്നീട് ഞങ്ങൾ വിചാരിച്ചു എന്തിന് ഒരാൾക്ക് മറുപടി കൊടുത്താലും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 10 പേര് പിന്നെയും വന്ന് അങ്ങനെ തന്നെ കമന്റ് ഇടും. നമുക്ക് അങ്ങനെ ആരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു 100 പേര് ഇല്ല. ഞങ്ങള് സാധാരണ എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാത്തിനും നെഗറ്റീവ് പറയുന്നതിനകത്ത് ഞാൻ കൂടുതലും അത് കെയർ ചെയ്യാറില്ല. കാരണം അവര് ആ രീതി പറഞ്ഞോട്ടെന്ന് തന്നെ വിചാരിക്കും. എന്നാൽ ചിലതങ്ങ് ഇവള് പോലും കാണാതെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അതാണ് അവർക്ക് വിഷമം ഉണ്ടാകണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. പിന്നെ ഈ ഒരു ഫീൽഡാണ്, ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് കമന്റ്സും. കാരണം ഒരാളുടെ കാഴ്ചപ്പാടായിരിക്കത്തില്ല ഈ ലോകത്തുള്ളവരുടെ ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാട്. അപ്പൊ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കമന്റ്സ് വരും. പിന്നെ ഈ പറയുന്ന പോലെ സിവിച്ചൻ എല്ലാ കമന്റ് സെക്ഷനും വീഡിയോ എഡിറ്റിംഗ് എല്ലാം സിവിച്ചനാണ്. അപ്പം കമന്റ് സെക്ഷൻ ഉൾപ്പെടെ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതും സിവിച്ചനാണ്. അതിപ്പോ ഈവൻ ചേട്ടൻ വന്നിട്ടൊരു സ്മൈലി ഇട്ടാൽ പോലും റിപ്ലൈ തരും. പിന്നെ ഭയങ്കര റീച്ച് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ ഒരു 10, 10,000, 20,000 മേളിലൊക്കെ കമന്റ് വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതൊക്കെ ഉള്ളൂ. ഈ മെസ്സേജസ് ഇപ്പോൾ നിങ്ങൾ ഇത്തരം വീഡിയോസ് ഉണ്ട്, മെസ്സേജസ് വരുമ്പോൾ അതിനെ പ്രശംസിച്ചുകൊണ്ടുള്ള മെസ്സേജ് വരും, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് വരും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാറുന്നില്ല എന്നുള്ള തോന്നുന്നത് വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ കുഞ്ഞു നിൽക്കുന്ന മാലാക എന്ന് പറയുന്ന നിക്കർ ഊരിപ്പോയി അല്ലെ, നിക്കർ ഊരിപ്പോയി. അത് വന്ന് ഭയങ്കര നാച്ചുറലാണ് കേട്ടോ ജീന പറയുന്നതൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ സിബി അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണോ സംശയിക്കും. ജീന എങ്ങനെ പെർഫോം ചെയ്യുന്നു നോക്കിക്കൊണ്ട് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് തോന്നാറുണ്ട്. അതുപോലത്തെ കണ്ടന്റുകളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിന് താഴെ മെസ്സേജസ് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? പൊതുവെ കൊടുക്കാറുണ്ടോ? റിപ്ലൈ ഞാൻ നേരത്തെ പറഞ്ഞില്ല കേട്ടോ, എനിക്കൊരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ എൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അതിനകത്ത് ഓണായി കിടക്കുന്നതായിട്ട് കാണത്തില്ല, ഇഷ്ടമല്ല. ഇല്ല, ഞാൻ അന്നേരം തന്നെ കൊടുക്കും. എനിക്കത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് കൊടുത്തില്ല അയാൾക്ക് എന്തെങ്കിലും തോന്നുമോ എന്നൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. എല്ലാത്തിനും ഒരു വിധമൊക്കെ പറയാൻ പറ്റുന്നത്. പിന്നെ വിട്ടുപോയിട്ടുള്ളത് ഇപ്പോഴും ഞാനൊന്നും കൂടി കുത്തി പറയാം, ജീന അയച്ച മെസ്സേജ് മാത്രം ഒന്ന് മറന്നു. റിപ്ലൈ ഓൾമോസ്റ്റ് കൊടുക്കലുണ്ട്. കാരണം ചിലരുടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ വന്ന് ചിലരുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുന്ന അവർക്ക് ഭയങ്കര ജാടയാ, ഇത്രയും വ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ അയക്കുന്ന മെസ്സേജിന് പോലും റിപ്ലൈ ഇല്ല. ആ ഒരു രീതിയിലല്ല. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളെ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഓഡിയൻസ് ആണ്. അപ്പൊ അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ കമന്റ് ഇടുന്നതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പൊ ഒരു വലിയൊരു ടീം വർക്കായിരുന്നു കൊറോണ സമയത്ത് നിങ്ങളുടെ IM4U എന്ന് പറയുന്നത്. അപ്പോൾ അതിലെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ചാനലുകൾ തുടങ്ങി. CBF അതിൽ അങ്ങനെ തന്നെ ഓരോ ചാനലുകൾ തുടങ്ങി. എല്ലാവരും മിക്കവാറും കപ്പിൾ ഗോൾസ് ആണ് ചെയ്യുന്നത് അല്ലേ, എല്ലാവരും ചെയ്യുന്നത്. അപ്പം ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് സ്പേസുകൾ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു.
പക്ഷെ ഇപ്പൊ അതൊക്കെ ഇല്ല, ഒരു സ്പേസ് അതെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും. അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു കൊട്ടാരം കെട്ടി ആ ലെവലിൽ നിന്നിട്ട് പെട്ടെന്ന് വീണ്ടും പൊളിഞ്ഞ് വീണ് അത് കഴിഞ്ഞ ശേഷം വീണ്ടും ബിൽഡ് ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷൻ അത് ഇച്ചിരി കൂടുതൽ തന്നെയാണ് ഇപ്പോൾ. കാരണം നമ്മൾ വളർന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരുടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 2-3 വർഷം ആയെങ്കിൽ തന്നെയും നമ്മൾ വലിയ റീച്ചിലേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ വീഡിയോ റീച്ച് ആവുന്നെങ്കിലും നമ്മുടെ അക്കൗണ്ട് റീച്ചിലേക്ക് എത്തിയിട്ടില്ല. കാരണം അത് ഞങ്ങൾ കൊളാബ് ചെയ്തിട്ട് ഇടുന്നത് കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന തൊട്ട് ഞങ്ങളുടെ ഒരു SJ സ്റ്റോറീസ് എന്നല്ല ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ഇട്ടേക്കുന്നത്. പക്ഷേ യൂട്യൂബിലും ഫേസ്ബുക്കിലും അങ്ങനെ ഉണ്ട്. അവർക്ക് അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റീച്ചിലേക്ക് അതല്ല. പിന്നെ ഇൻഡിവിജ്വൽ ഒരാൾക്ക് തോന്നണമല്ലോ. ഇപ്പം ചേട്ടൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആദ്യത്തെ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചേട്ടൻ ഫോളോ ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ വീണ്ടും വീണ്ടും അയാൾ നമ്മുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ആ സമയത്തൊക്കെ അനുരാജ് പ്രീണ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫെയിമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഈ ശ്രദ്ധിച്ചിട്ടുള്ള മുഖങ്ങളൊന്നാണ് ശരിക്കും പറഞ്ഞാൽ സിബി എന്ന് പറയുന്നത്. അപ്പോൾ അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ജീന പറഞ്ഞ പോലെ നമ്മളൊക്കെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ ഒരു വർക്കിൽ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ രണ്ടുപേരും വിളിക്കാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമുണ്ടാകും. കാരണം നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീജിത്താണ് അത് പറയുന്നത്. സിബി എന്ന് പറയുന്ന ആളുണ്ട്, പുള്ളി വിളിച്ചിരുന്നു പറയുന്നത്. അപ്പോൾ ആ സിബി, അപ്പോൾ എനിക്ക് ആ പേര് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആളെ കാണിച്ചു തരുമ്പോഴാണ് ഓക്കെ ഉറപ്പായിട്ടും വിളിച്ചു എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടമാണ് ആ ഒരു ആക്ടറെ ഇഷ്ടമാണ്. അതിനുശേഷം ഫിലിമിലൊക്കെ കാണുന്നു, അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നു നിങ്ങൾ. പക്ഷേ ഈ സ്ക്രീനിൽ കണ്ടിട്ടുള്ള സിബി അല്ല ശരിക്കും പറഞ്ഞാൽ നേരിൽ കാണുന്നു. ഭയങ്കര എന്താ പറയുക, സംസാരിക്കാത്ത. അപ്പോൾ നിങ്ങളവിടെ ഉണ്ടെന്ന് ആ പ്രൊജക്റ്റിൽ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് തന്നെ അറിയില്ല. സ്ക്രീനിൽ വരുന്നു, പെർഫോം ചെയ്യുന്നു, മാറി നിൽക്കുന്നു, പിന്നെ നിങ്ങളില്ല. പിന്നെ ഞങ്ങളുടെ തിരക്കുമായിട്ട് നടക്കും. അതെങ്ങനെയാണ് സിബിച്ചൻ? പൊതുവേ എനിക്കറിയത്തില്ല, എന്നുവെച്ചാൽ പെട്ടെന്ന് പരിചയപ്പെടുന്ന ഒരാളുടെ അടുത്ത് ചിലപ്പോൾ സിബിച്ചന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംസാരിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ ഇപ്പൊ ചേട്ടനോട് അടുത്തില്ലേ, ഇപ്പൊ ഓക്കെയാണ് ആള്, ഭയങ്കര കംഫർട്ടായിരിക്കും. എന്നുവെച്ചാൽ ചില സമയത്ത് നമ്മൾ ചോദിക്കും ഇൻട്രോവേർട്ടിന്റെ അങ്ങേ അറ്റമാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയാ ജീന നീ പൊക്കോ, നീ പോയി പറ, നീ പോയി ലേഡീസ് ഫസ്റ്റ്, നീ ചെയ്യ്, നീ പറ. അതൊന്ന് നമ്മള് വൈഫിനൊരു സ്പേസ് കൊടുക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യും. ചിലർക്ക് അങ്ങനെ, ചിലർ ഈ പറഞ്ഞപ്പോ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. ഒരു പരിധി വെച്ച് നോക്കുക എനിക്കത് ഇഷ്ടമാണ്. കാരണം എനിക്ക് സിബിച്ചൻ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറയും എന്തിനാ ഈ വൈഫിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം എന്താണ്, എന്തിനാണ് വൈഫിനോട് ചോദിക്കുന്നത്, എന്ത് പറഞ്ഞാലും വൈഫിനോട് ചോദിക്കേണ്ട ആവശ്യം എന്താ, നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമില്ലേ എന്ന് ചോദിക്കും. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കാം, ആ വൈഫിനോട് അഭിപ്രായം ചോദിക്കും. പക്ഷെ ഞങ്ങളുടെ കേസിൽ ഒരാൾ വന്ന് എന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ സിബിച്ചൻ ആദ്യം വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്ന വെച്ചാൽ അനുവാദം ചോദിക്കുന്നതല്ല, ഡിസ്കസ് ചെയ്യുന്നത്. ജീന ഇത് അങ്ങനെ ചെയ്താൽ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇത് ചെയ്യാം, ഒരു ആഡ് വന്നാൽ പോലും ഇത് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ കണ്ടന്റ് ഇങ്ങനെ എടുത്താൽ എങ്ങനെയുണ്ടോ, പ്രൊഡക്റ്റ് കൊള്ളാവോ, ഇതെല്ലാം നമ്മൾ ചോദിക്കും. പക്ഷെ വേറൊരു പുറത്തു നിൽക്കുന്ന ഒരാൾ വിചാരിക്കും എന്തിനാണ് അവൻ എല്ലാം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അല്ല, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാൾ മാത്രം വിചാരിച്ച് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ, ഇപ്പം വൈഫ് എന്ന രീതിയിലായാലും എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാളെന്ന രീതിയിലും അഭിപ്രായം ചോദിക്കണം, ഉറപ്പായിട്ടും. പിന്നെ അവർക്ക് കൊടുക്കേണ്ട സ്പേസ് കൊടുക്കണം. അത് ഞാൻ ഇപ്പം കൊടുക്കേണ്ട ഒരു അവകാശം എന്നുള്ളതല്ല, അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ ആവശ്യമാണ്. ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ഒരു ബോണ്ടിങ് കിട്ടാനായിട്ടുള്ളൊരു ഇത് കൂടിയാണ് ശരിക്കും. നിങ്ങൾ ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ, ഇപ്പോൾ നിങ്ങളുടെ ചാനൽ വഴി. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മോശം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, നല്ല സാഹചര്യം ഉണ്ടായിട്ടാവും. മോശം സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ ഈ ആഡ് ചെയ്തിട്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ അത്യാവശ്യം നല്ലൊരു കമ്പനിയുടെ ഒരു ആഡ് വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് അയച്ചു കൊടുക്കും. ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്, ക്യാമറ ഇതാണ്, മൊബൈൽ ഇതാണ്, മൈക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അവസാനം ഇവർ നമ്മളെ ഇട്ടിങ്ങനെയിട്ട് വട്ട് കളിപ്പിക്കും. എഡിറ്റിങ് പോരാ, ഓഡിയോ കറക്റ്റല്ല. ഇത് നമ്മളൊരു 3-4 തവണ നമ്മളിതങ്ങ് റീവർക്കൗട്ട് ചെയ്യും.
അവസാനം നമുക്കങ്ങ് പ്രാന്ത് പിടിക്കും. കാരണം നമുക്ക് വിട്ടുപോകുന്നു. അതെ അതെ, ഇപ്പം നമ്മൾ ആക്ച്വലി സമയമില്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ഇട്ട് വട്ട് കളിപ്പിച്ച ആൾക്കാരും ഉണ്ട്. എന്നാൽ നമ്മൾ പൈസ ചോദിക്കുന്നതിന് മുമ്പേ ഇട്ട് തന്ന ആൾക്കാരും ഉണ്ട്. ഇനി ഭാവി പരിപാടികൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഭാവി പരിപാടി? അതായത് സിബിക്ക് എന്തായാലും ഒരു സിനിമാക്കാരനാവണം എന്ന് ആഗ്രഹമുണ്ട്. ജീനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സിനിമ എന്ന് പറയുന്ന അതിലോട്ട് ഇല്ല? ഇങ്ങനെ തന്നെ ഒരു ഇതായിട്ട് പോയാൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത് സിബിച്ചൻ നല്ലൊരു ആക്ടറായി ഒരു ലെവലിൽ എത്തുന്നവരെ ഞാൻ സിബിച്ചൻ്റെ കൂടെ വീഡിയോസ് സിബിച്ചൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതല്ലാതെ എനിക്കങ്ങനെ സിനിമയിൽ അഭിനയിക്കണം, സീരിയലിൽ അഭിനയിക്കണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങിയത് സിബിച്ചനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് എനിക്ക് ഒരു ഫെയിം കിട്ടണം, എന്നെ 10 പേര് റെക്കഗ്നൈസ് ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടല്ല. ബേസിക്കലി നമ്മളെല്ലാവരും ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പർപ്പസ് കാണും. അപ്പം ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ റീസൺ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒറ്റക്കാരല്ല, 2 കാര്യമുണ്ട്. ഒന്ന്, സിബിച്ചന് സിനിമയിൽ അഭിനയിക്കണം. അപ്പം ഒരു സിഗ്നേച്ചർ സിബിച്ചന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി ഏട്ടാ, ഞാൻ ഒരുപാട് ഓഡീഷൻസിന് പോയിട്ടുണ്ട്. എന്നാൽ ഒരു 100 എണ്ണത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 50 എണ്ണം അത് ജെന്യുവനായിട്ടുള്ളത് തന്നെ ആയിരിക്കും. എന്നാൽ ഇതിനകത്തൊക്കെ പോയിട്ട് നമ്മൾ സെലക്ട് ആയിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് കൊണ്ടുവരും. ഒരു 100 എണ്ണത്തിൽ 10 പേരെ കൊണ്ടുവരും, ഒരു ഗ്രൂപ്പ് തുടങ്ങും. പിന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് വരത്തില്ല. പിന്നെ അത് ഒരു വിഷമം ഉണ്ടാകുന്ന കാര്യമാണ്. പിന്നെ ചിലർ പൈസ ചോദിക്കുന്നവരുണ്ട്. അപ്പം ഞാനാണെങ്കിൽ കുറേ നടന്ന് നമുക്കങ്ങ് വിഷമമാകും അവസാനം. എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തതെന്നൊരു തോന്നലുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരുമാനം കിട്ടണം. അതുകൂടാതെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഒരു ഡയറക്ടർ കണ്ടിട്ട് എടാ ആ ഒരു റോൾ അവന് കൊടുക്കുക എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരാൾ വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭാവി പരിപാടികളിൽ ഒന്ന് ഒരു ആക്ടർ ആവുക, അത് ഇന്നല്ല ഭാവി പരിപാടിയല്ല, ഭൂതകാലത്തും തന്നെ തുടങ്ങി ഭാവിയിലോട്ടും അത് തന്നെയാണ് ആക്ടർ ആവുക എന്നുള്ളതാണ്. അതല്ലാതെ മനസ്സിലൊരു സിനിമ ചെയ്യണം എന്നോ അങ്ങനെ എന്തെങ്കിലും? സിനിമ അങ്ങനെ ഒന്നുമില്ല ചേട്ടാ. പക്ഷേ ഞാൻ ഈ സിനിമാ മോഹം ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് ഭയങ്കര കാറ് വേണം, അല്ലെങ്കിൽ വീട് വേണം, വസ്തുക്കൾ വേണം, ഇതൊന്നുള്ള ആഗ്രഹമുള്ള ആളൊന്നുമല്ല ഞാൻ. ഇതൊക്കെ ദൈവം തരുവാന്നേ തരട്ടെ. പക്ഷേ ഞാൻ ഏതൊരു ലെവലിൽ എത്തിയാലും ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരെ മോനെ ഏതാ പടം, ഇന്ന പടമായ ചേട്ടാ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ മാത്രം എത്തിയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ എനിക്ക്. ഓക്കെ, അത് തീർച്ചയായും എത്തും. കാരണം നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം നമുക്ക് തളർച്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാതെ, ഇപ്പോൾ നേരത്തെ യൂട്യൂബിൻ്റെ അൽഗോരിതം പറഞ്ഞ പോലെ കുറച്ചു കാലം നമ്മളില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ല, നമ്മൾ ആ സ്പേസിലില്ല. അത് നമ്മൾ എനിക്ക് തോന്നുന്നു അത് ചീന ഒരുപാട് സപ്പോർട്ട് അവർ തരുന്നുണ്ട് അല്ലേ? അതെ, ഒത്തിരി ഉണ്ട്. സിബി അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ സ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ. എനിക്കൊരു ബിസ്ക്കറ്റ് തരും കേട്ടോ. ഭയങ്കര ഇമോഷൻസ് ആണ് അപ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെ ചോദിക്കുന്നല്ലേ കേട്ടോ. പ്രൊഡക്ഷൻ മോശം. നമുക്ക് കുറച്ച് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഏറ്റവും കൂടുതൽ മടി ആർക്കുള്ള? ദേഷ്യം? ശരി, ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മൂഡ് ചേഞ്ചസ് വരുന്നത്? ഇമോഷണൽ? എല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും കൺട്രോൾഡ് ആയിട്ടുള്ള മനുഷ്യനാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് സിബി. ചേട്ടൻ വിചാരിക്കുന്ന പോലെ അത്ര കൺട്രോള് ദേഷ്യം വന്നാൽ സിബിച്ചന്റെ ദേഷ്യം എക്സ്ട്രീം ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമാണ്. അത് കൂളായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആയിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. വളരെ ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീം അത് സത്യം. ഭയങ്കര ദേഷ്യമാണ് സിബിച്ചന് വന്നു കഴിഞ്ഞാൽ. സ്നേഹവും അങ്ങനെ തന്നെ ആയിരിക്കും, എക്സ്ട്രീം. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ മനുഷ്യൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കില്ല? ഇല്ല, തോന്നിയിട്ടില്ല. കുറവല്ല, എനിക്ക് ആവശ്യത്തിന് തരേണ്ട സ്നേഹം തരുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമായിട്ടല്ല, സിബിച്ചനത് അതിപ്പം അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. പുറത്തൊരാളുടെ മുന്നിൽ വെച്ച് കാണിക്കത്തില്ല. പക്ഷെ എന്റെ മമ്മിയുടെ അനിയന്റെ ഒക്കെ മുന്നിൽ വെച്ച് കാണിക്കും. കാരണം അവര് ഭയങ്കര ഫ്രണ്ട്ലിയാ, ഭയങ്കര. എന്നോട് അത് ഓപ്പൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
സിബിച്ചിൻ്റെ വീട്ടിൽ പോകുമ്പം ആ ഒരു സ്നേഹം കാണി. ഞാൻ പറഞ്ഞ എടി നമ്മൾ നമ്മുടെ വീട്ടിൽ നീ ഞാനും മാത്രം ഉള്ളപ്പം കാണിക്കുന്ന സ്നേഹം പുറത്തു പോയി നമുക്ക് കാണിക്കാൻ പറ്റണമെന്നില്ല. അത് നീ മനസ്സിലാക്കണം. അല്ല, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അങ്ങനെ സ്നേഹം കാണിക്കുന്ന ഒരാള് പുറത്തു പോയി ചിലപ്പം സിബിച്ചിന്റെ വീട്ടിൽ കാണിക്കും. ഇത്രയും എന്ന് വെച്ചാൽ സിബിച്ചിനെ പറ്റി അവർക്കുള്ള ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ആ ഒരു ഇത് അങ്ങനെ അല്ലല്ലോ, മാറ്റിയെടുത്തു. അങ്ങനെ പറയോ? അത് ഉറപ്പായിട്ടും പറയും. എന്ന് വെച്ചാൽ ഇത്രയും ഏജുള്ള ഒരാൾ ഇങ്ങനെ കൊച്ചു കളിച്ച് നടക്കുമെന്ന് ചിന്തിക്കും. പക്ഷെ ഇപ്പൊ ഞങ്ങള് മാത്രമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ആ ഒരു പൂക്കി മൈൻഡാണ് ഞങ്ങള് വീട്ടില്. ഞങ്ങള് സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാ കിളിയല്ല ചോദിച്ചാ എന്റെ മമ്മിയാണ് ഉറുമ്പ് കാര്യം പറഞ്ഞ ഞങ്ങള് എന്ന് വെച്ചാൽ അതുപോലെ ഞങ്ങൾ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ പുറമേന്ന് കാണുന്നവരായിരിക്കും അയ്യേ ഇത്രയും പ്രായമുള്ളവർ അവൻ ഇങ്ങനാണോ നിൽക്കുന്നതെന്ന് ചിന്തിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് അത്ഭുതമാണ് ശരിക്കും പറഞ്ഞു. കാരണം ഞാൻ ഇങ്ങനെ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേട്ടോ, എന്റെ കൂടെ ഉള്ള ഒരാളെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് ഞാൻ. കാരണം ഞാൻ എന്റെ ഏജിൽ നിന്നിട്ടല്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ ജീന ഇപ്പൊ എന്റെ അടുത്ത് സിബിച്ച എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഞാൻ എന്താടി അല്ല കേട്ടോ ടോണ്, അത് പക്ഷെ വേറൊരാളുടെ മുന്നിൽ വെച്ച് സിബിച്ചൻ ഭയങ്കര മെച്യൂർ എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സിബിച്ചൻ സ്ട്രിക്റ്റ് ആണ്, ദേഷ്യം കാണിക്കേണ്ടടുത്ത് ദേഷ്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്കറിയത്തില്ല, ഞാൻ വലിയ ഏജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ പുറമേ നിന്ന് ഈ കപ്പിൾസ് ഒക്കെ കൈ പിടിച്ച് പോവുക ഇങ്ങനെയൊക്കെ. സിബിച്ചൻ ആ ഒരു മൈൻഡ് അല്ല. നമ്മൾ അങ്ങോട്ട് കയറി കയ്യിൽ പിടിച്ചാൽ പോലും ചില സമയം കൈയെടുത്ത് മാറ്റും. അപ്പൊ ഞാൻ വയ്ക്കും മെച്യൂരിറ്റി ഇച്ചിരി കൂടുതലാട്ടോ സിബിച്ച എന്ന് പറയും. കാരണം പുറത്ത് ഇറങ്ങിയിട്ട് അത് കാണിക്കുന്ന ഒരു സ്വഭാവം സിബിച്ചനില്ല. ഈ പരസ്പരം കളിയാക്കുന്ന ഇതുണ്ടോ ശരിക്കും പറഞ്ഞാൽ? എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ കളിയാക്കുക അതെല്ലാം ഉണ്ട്. എന്തെങ്കിലും ജീനയ്ക്ക് എന്തോ പറയാണ്ട് അതില്? എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് സിബിച്ചനും എൻ്റെ അനിയനും. ഞാൻ ചിന്തിക്കും അവൻ എൻ്റെ അനിയനാണോ അതോ സിബിച്ചൻ്റെ അനിയനാണോ. കാരണം ഇവർ രണ്ടുകൂടി ഇരിക്കുമ്പോഴത്തേക്കും കളിയാക്കി അങ്ങേ അറ്റം വരെ കളിയാക്കും. എന്ന് വെച്ചാൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും ഇവരങ്ങ് പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. സിബിച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കി നാണം കെടുത്തു, അങ്ങനത്തെ ഒരു സ്വഭാവം. പക്ഷെ അത് എനിക്ക് കേൾക്കുമ്പോൾ വിഷമം. അതാണ് കേട്ടോ, അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട് സർക്കിളിലുള്ള അങ്ങോട്ടും പരസ്പരം ഒരു കളിയാക്കലുകൾ കാണും. അവിടെ ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ മൊമെന്റ്സിനാണ്. ഇപ്പോൾ ഈ ഇമോഷൻസിന്റെ കേസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമോഷണൽ കണ്ടന്റുകളൊന്നും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്? ഒരു പോസ്റ്റ് അങ്ങനെ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ അങ്ങനെ ഒരു സംഭവം പോസ്റ്റ് ചെയ്തിട്ടില്ല? എന്തായാലും ബർത്ത്ഡേയുടെ പോസ്റ്റ് ചെയ്യും. അത് സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഒരു കാരണം ആ ഒരു ഏജ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. എല്ലാം സിബിച്ചനേക്കാട്ടിലും നേരെ ഓപ്പോസിറ്റാണ് ഞാൻ. കാരണം എന്തും സെലിബ്രേറ്റ് ചെയ്യണം, ഒരാളെ കാണിച്ചില്ലെങ്കിൽ പോലും അതൊരു സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ സിബിച്ചൻ അങ്ങനെ അല്ല. പിന്നെ ഇമോഷൻ കണ്ടന്റ്സ് അത് സിബിച്ചൻ തന്നെ ചില സാധനങ്ങൾ എന്നോട് പറയും ഇടണ്ട, അതിന്റെ ആവശ്യമില്ല. സാഹചര്യം ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു നമ്മുടെ തന്നെ എല്ലാവരുടെയും ലൈഫിലൊരു ആഗ്രഹമാണ് കുഞ്ഞ്. അപ്പം ഞാൻ ക്യാരിങ് ആയിരുന്നു ലാസ്റ്റ് ഇയർ. അപ്പം അത് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. സിബിച്ചിന് കുഞ്ഞുങ്ങളെ എന്നെക്കാളും കൂടുതൽ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ആയത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു അതായത്. അപ്പം അതിൻ്റെതായ ഒരു സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തൊരു കപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഊഴം അടുത്തത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകാന്നുള്ളത്. അപ്പോൾ ആളെന്നോട് സംസാരിക്കുന്നത് ഞാൻ കൂടി ചോദിച്ചു എത്ര മാസമായി? പുള്ളിക്കാരത്തേക്ക് 5 മാസമായി. ഞങ്ങൾ ഇത് കേൾക്കാൻ ഞങ്ങളുടെ സന്തോഷം കേൾക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളിറങ്ങി വരുമ്പം അവർ രണ്ടും ചിരിച്ചുകൊണ്ട് പോവുക. ഞങ്ങൾ രണ്ടും ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അതൊരു വിഷമത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് മാറി. നമുക്ക് ആ ഒരു ഇൻസിഡന്റ് പോലും വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ടന്റ് ആക്കാമായിരുന്നു. പക്ഷേ അവിടെയാണ് സിബി ജീന അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ചാർലി ചാപ്ലിൻ പറയുന്ന പോലെ അദ്ദേഹത്തിന് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, കണ്ണുനീര് കാണത്തില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ വിഷമമൊന്നും ആരും കാണണ്ട, എപ്പോഴും നമ്മളെ സന്തോഷത്തോടെ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കണം.
പിന്നെ ഈ പറയുന്ന പോലെ ട്രിപ്പ് പോകുന്നതും അതിൻ്റെ ഒരു സ്റ്റാറ്റസ് അല്ല, അങ്ങനെ വ്ളോഗിങ് ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ ഇമോഷൻസിനെ കാണിക്കണ്ട എന്നൊരു ഇത്. ഈ ടൗൺ ഹൗസിലോട്ട് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ മൈക്ക് വെച്ചാൽ പോഡ്കാസ്റ്റും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിട്ടുള്ള നമ്മുടെ ടൗൺ ഹൗസിൽ ഒരു കോള് നിങ്ങൾ ആണ് ആദ്യമായിട്ട് നമ്മൾ ക്ഷണിക്കുന്നത്, ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് ശരിക്കും പറഞ്ഞു? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു പോഡ്കാസ്റ്റ് ഇതുവരെ പങ്കെടുത്തില്ല. എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. സന്തോഷം. ചേട്ടൻ തുടക്കത്തില് മലയാളി മനസ്സിനെ കീഴടക്കിയതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിരുന്ന് എന്നുള്ള ചിന്തയാ. കാരണം ഭയങ്കര സന്തോഷം തോന്നി. കാരണം നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ചേട്ടൻ്റെ ഈ ഒരു ടീമിൻ്റെ കൂടെ മുൻപ് നമ്മൾ ആ ടൂറിസത്തിൻ്റെ ആ വീഡിയോ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അന്ന് ചെയ്ത സമയത്ത് സിബിച്ചൻ പറയുമായിരുന്നു അവരുടെ ആ ടീമിൻ്റെ കൂടെ, അങ്ങനത്തെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് ബോറടിച്ചതേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് എനിക്ക് ഒരു ഫീമെയിൽ എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള കാര്യം, അന്ന് ചേട്ടൻ ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു 10-11 ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനെന്ന് പറയുന്ന ഒരു ഒറ്റ പെൺകുട്ടി ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത്രയും കംഫർട്ടായിരുന്നു നിങ്ങളുടെ കൂടെ അഭിനയിച്ചപ്പോൾ. സത്യം പറഞ്ഞാൽ കംഫർട്ടായിരുന്നു. നിങ്ങൾ വിളിച്ചപ്പോൾ, ഫസ്റ്റ് ശ്രീജിത്തേട്ടൻ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിബിച്ചൻ പറയും എന്തോ ഉണ്ട് എടുക്കാം, എന്തോ കോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടുത്തത്. അപ്പം ശരിക്കും നിങ്ങൾ ഇങ്ങനൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അതിനകത്ത് ഞങ്ങളെ മറക്കാതെ ഞങ്ങളെ ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് ഞങ്ങളെ കൺസിഡർ ചെയ്തതിൽ അതിനേക്കാൾ സന്തോഷം. എനിക്ക് പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ വിളിച്ചതിൽ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മളിതിലേക്ക് വിളിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കും ഒരുപാട് പോഡ്കാസ്റ്റിങ് നമ്മളെക്കാട്ടിലൊക്കെ വലിയ വലിയ ആൾക്കാരെ ചെയ്യാനായിട്ട് ഇടയാവട്ടെ എന്ന് ഞാൻ. അത് ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഒരുപാടൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഒരെണ്ണം ചെയ്യണം. ഞങ്ങളുടെ ടീം സന്ദീപ്, പ്രശോഭ്, തനുവേട്ടൻ, അങ്ങനെയുള്ള എല്ലാവരും, ശ്രീജിത്ത്, എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു ഘട്ടമൊന്നുമല്ല. ഞങ്ങളെല്ലാം ഇൻഡിവിജ്വലായിട്ട് ഞാനും ശ്രീജിത്തും സംസാരിക്കുന്നു, അതിനുശേഷം സന്ദീപിനോട് സംസാരിക്കുന്നു, തനുവേട്ടനോട് സംസാരിക്കുന്നു, പ്രേമേട്ടൻ അങ്ങനെ പ്രശോഭനോട് സംസാരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് ആര് ഗസ്റ്റ് എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ശ്രീജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീജിത്ത് സിബി ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ലേ ഐ എം ഫോർ യു കണ്ട് ആ സമയത്തും സിബിയുടെ ഫേസ് എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും സിബിയുടെ ഫേസ് വന്നു. ഈ ഒരു വെഞ്ചർ തുടങ്ങുന്ന സമയത്തും സിബിയുടെ ഫേസ് വന്നു. ഭാവിയിൽ നമുക്ക് വലിയൊരു ക്യാൻവാസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ചേട്ടാ ഇത്ര നേരം ഞങ്ങളോട് ചോദിച്ചില്ലേ, വന്നിരുന്നപ്പോൾ തൊട്ട് ചേട്ടനോട് ഞങ്ങളൊരു ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. ഞങ്ങളാണോ എനിക്ക് മാത്രമേ തോന്നിയോളെന്ന് തോന്നുന്നു. ചേട്ടൻ പോലീസിലോ മിലിറ്ററിയിലോ അങ്ങനെ റിട്ടയർഡ് ആയി അങ്ങനെ എന്തെങ്കിലും പരിപാടി? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞത് ജെനുവിനായിട്ട്, രണ്ടാമത് പറഞ്ഞത് ചേട്ടനെ അത് തൂക്കിയാണെന്ന് തോന്നുന്നു. പട്ടാളത്തിലാണെങ്കിൽ പിന്നെയും നമുക്ക് VRS എടുത്ത് പോരെങ്കിലും ചെയ്യാം. അല്ല, ഇത് കുറെ പേര് ചോദിച്ചിട്ടുള്ള പോലീസിലാണോ അല്ലെങ്കിൽ പട്ടാളത്തിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള. അല്ല, ഞങ്ങള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലുക്ക്, നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ലുക്ക് കണ്ടിട്ട് നമ്മൾ പൈസക്കാരാണെന്ന് വിചാരിക്കുന്ന പോലെ എൻ്റെ ലുക്ക് കണ്ടിട്ട് പോലീസുകാരാണെന്നും വക്കീലാണെന്നും ഇത് ചോദിക്കുന്ന ആദ്യത്തെ ആളല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് എന്താ പറയുക ഇത് ചെയ്യുന്നില്ല. എന്തായാലും സാധാരണ നമ്മളുടെ മീഡിയ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു, അതാണ്. പിന്നെ നമ്മുടെ ഈ ടൗൺ ഹൗസുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം വളരെ സന്തോഷം, രണ്ടുപേരും നമ്മളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് ഇഷ്ടമാണല്ലേ? ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് പ്രോജക്റ്റ് ചെയ്തില്ലേ, ആ സമയത്ത് നമ്മുടെ ക്യാമറമാൻ തനുവേട്ടൻ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ തനുവേട്ടനാണ് ഗിഫ്റ്റ് തരുന്നത്, ഞാനായിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ടൗൺ ഹൗസിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ്. എഴുന്നേക്കാനൊന്നും വയ്യ. ഓക്കെ, അടിപൊളി, സൂപ്പർ. ഈ യൂട്യൂബ് ഒക്കെ ഒരു പ്ലേ ബട്ടൺ തരില്ലേ, അതുപോലെ. ഓക്കെ, നല്ല രസമുണ്ട്. താങ്ക് യു ചേട്ടാ.